തിരുവനന്തപുരം മുതലപ്പുഴയിൽ പ്രശ്നപരിഹാരത്തിനായി ഇന്ന് ജില്ലാ കളക്ടറുമായി സംയുക്ത സമരസമിതി ചർച്ച നടത്തും. ഹാർബർ വകുപ്പ് ഉദ്യോഗസ്ഥരും ഡ്രഡ്ജർ കമ്പനി അധികൃതരും ചർച്ചയിൽ പങ്കെടുക്കും. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, ഒരു ഘട്ടത്തിൽ ചർച്ചയില്ല എന്ന നിലപാട് സമരസമിതി സ്വീകരിച്ചിരുന്നു. പക്ഷേ പിന്നീട് അതിൽ നിന്ന് അവർ വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇന്നത്തെ ചർച്ച നിർണായകമാണല്ലോ. പ്രത്യേകിച്ച് മഴ കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ നീക്കങ്ങളിലേക്ക് കടക്കും അധികൃതർ എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? അനുജ, ഏറെ നിർണായകമാണ് ഇന്നത്തെ ചർച്ച. നിലവിൽ അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെ കളക്ടറുടെ ചേംബറിൽ വെച്ച് നടക്കുന്ന ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഇന്നിപ്പോൾ ഉദ്യോഗസ്ഥരും മത്സ്യത്തൊഴിലാളികളും അടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. മെയ് 30-നകം ഈ ഡ്രഡ്ജിംഗ് പൂർത്തിയാക്കി വള്ളങ്ങൾ കടലിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം ഒരുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിനുവേണ്ടി നിലവിൽ കണ്ണൂരിൽ നിന്ന് എത്തിച്ചിട്ടുള്ള ചന്ദ്രഗിരി ഡ്രഡ്ജർ അടക്കം പ്രവർത്തന സജ്ജമാക്കണം എന്നുള്ളതാണ് ആവശ്യം. അതിൻ്റെ സാങ്കേതിക തകരാർ ഉടൻ പരിഹരിക്കണം എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ അത് ഇതുവരെ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാനായിട്ടില്ല. ഒപ്പം നിലവിൽ അവിടെയുള്ള ഒരു ഡ്രഡ്ജറുണ്ട് ചന്ദ്രഗിരി കൂടാതെ, അതടക്കം പൂർണ്ണമായും പ്രവർത്തിപ്പിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ മണൽ പൂർണ്ണമായും നീക്കം ചെയ്യണമെന്നുള്ളതാണ് ആവശ്യം. ഈ കഴിഞ്ഞ കുറേ നാളുകളായി മണൽത്തിട്ടയിലിടിച്ച് ഏറെ വള്ളങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഒപ്പം 36-ലധികം വള്ളങ്ങൾ ഇപ്പോൾ താങ്ങോല വള്ളങ്ങളുണ്ട്. അതൊന്നും കടലിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ വരുന്ന സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമായ സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് എത്രയും വേഗം ഇത് പൂർത്തീകരിച്ച് പ്രശ്നപരിഹാരം കാണണം എന്നുള്ളതാണ് ആവശ്യം. എന്തായാലും അതിൽ ഒരു തീരുമാനം, അനുകൂലമായ തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളത് ഇന്നത്തെ ചർച്ചയോടുകൂടി അറിയാൻ സാധിക്കും. രാവിലെ 11 മണിക്കാണ് ചർച്ച നിലവിൽ വിളിച്ചിരിക്കുന്നത്. അനുജ, ശരി. മുതലപ്പുഴയിൽ വളരെ നിർണായകമായ ചർച്ച നടക്കാൻ പോകുന്നു. 11 മണിക്കാണ് ചർച്ച.